മൈ ചാനൽ. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ വീട്ടിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ്. അതോടൊപ്പം ഒരു നഴ്സറി വിസിറ്റിംഗ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനാബിൾ ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങള് നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു കുട്ടികളായിട്ട് മാറും അല്ലേ. ഞാൻ അങ്ങനെ ശരിക്കും എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ തൊടിയിലും പറമ്പിലും ഒക്കെ നടന്ന് നല്ല രസമായിരിക്കും അവിടുന്ന് പോരോളം. അപ്പോൾ ഇവിടെ ഒരു തൊടിയിൽ ഒരു തെങ്ങിൻ്റെ ഉള്ളിലുള്ള പൊങ്ങ് പൊട്ടിച്ചെടുക്കുമല്ലോ, അതിൻ്റെ മണ്ടഭാഗത്തുള്ള. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളും കൂടെ കൂടിയിട്ട് അത് മുറിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ കുട്ടികളൊക്കെ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് തെങ്ങിൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ മോളുണ്ട്, അതുപോലെ അമ്മാവൻ്റെ 2 മക്കളുമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കൂടിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുട്ടികളൊക്കെ കൂടി വലിച്ച് വീട്ടിലേക്ക് എത്തിക്കാനുള്ള പണിയിലാണ്. ഇത് ഷാമോന്. ഇവനൊരു കൊച്ചു യൂട്യൂബറാണ്. ഷാ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഇവനുണ്ട്. അവൻ ആ തെങ്ങിൻ്റെ മേലെ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് മുറിച്ചിട്ട് അതിൻ്റെ പൊങ്ങൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇത് ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് പെറുക്കി കൊണ്ടുപോയി അതൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അതിന് ഒരുപാട് പ്രായമായ മരത്തിൽ അത് കായൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാ പൊങ്ങൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും മാത്രമൊക്കെ കിട്ടുന്നതാണല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ തെങ്ങ് ഇവിടെ ഒരു ഫാം കെട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫാമിന് വേണ്ടിയിട്ട് അവിടെ സ്ഥലം ക്ലിയർ ആക്കിയപ്പോൾ കട്ട് ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ സംഭവം നമുക്ക് കഴിക്കാം. അപ്പോൾ ബാക്കി ഞങ്ങളിത് വീട്ടിലേക്ക് എടുക്കട്ടെ. ഇപ്പോൾ വീട്ടിലെത്തിയപ്പം അമ്മ കുറച്ച് ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചക്കക്കൂട്ടാൻ മോരും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കൂട്ടാനൊക്കെ മോര് വെച്ചിട്ട് കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ ഉണക്കമുളകും ചെറിയുള്ളിയും അടുപ്പിലിട്ട് ചുട്ടെടുത്തിട്ട് പുളിങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ കേമാവും, അടിപൊളിയായിരിക്കും. അങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ കൂട്ടി. പിന്നെ മമ്മ കുറച്ച് ഈന്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മയും കൂടെ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇത് ഞങ്ങളെ തറവാട് വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ മമ്മി പപ്പയൊക്കെ എവിടെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കൂടും എപ്പോൾ വന്നാലും. കുട്ടിയെ മതി. ഇതിനൊരു കറയൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിലൊക്കെ ആകെ കറയൊക്കെ ആയിട്ടുണ്ട്. അത് പൊട്ടിച്ചെടുക്കുക. നമ്മളുടെ നല്ലൊരു സ്ട്രോങ് ഉള്ള ഒരു കത്തി വെച്ചിട്ട് നമ്മൾ മേടി പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലൊരു എന്തെങ്കിലും ഒരു ഫലം എളുപ്പം. ഇവിടെ ഞാനൊരു ഇടിയോറിലാണ് എടുത്തിട്ടുള്ളത്. മമ്മ ഇവിടെ കണ്ടോ കുറച്ച് ചിരട്ടയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ച് പൊട്ടിക്കായിരുന്നു ആള്. അപ്പോൾ ഇതാ നമ്മൾ ഈന്തൊക്കെ പൊട്ടിച്ച് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇനി ഇത് 1-2 ദിവസമൊക്കെ നന്നായിട്ടൊന്ന് വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ സീഡ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മളത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് നമ്മൾക്ക് പുട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടൊക്കെ ഉണ്ടാക്കാം. ഇതാണ് കേട്ടോ ഈന്തിൻ്റെ മരം. കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക. ഇത് ഇവിടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ സംഭവം. അപ്പോൾ ഇതൊന്ന് നമ്മളിത് പറിച്ചെടുത്തിട്ടാണ് ഇത് പൊടി ഉണ്ടാക്കുന്നത്.
ഹായ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്ങും കൂടെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സ് ഒരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് 2 ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മുടെ കാക്ടസ് പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ബോൾ ടൈപ്പ് കാക്ടസ് പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഈ സംഭവം അവിടെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇതിവിടെ അടുത്തുള്ള ഒരു നഴ്സറിയാണ് കേട്ടോ, ചേണ്ടി എന്ന് പറയും, അവിടെയുള്ളതാണ്, പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് നമുക്ക് പരിചയമില്ല, ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ വരികയാണ്. അപ്പോൾ നോക്കാം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ വിചാരിച്ചു പോകുന്ന പ്ലാന്റ്സ് ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തു. പിന്നെ എനിക്ക് ഇന്ന് തന്നെ ബോക്സ് കൊടുക്കും വേണം. അപ്പോൾ നമ്മൾ കൊളത്തൂരിലുള്ള ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു നഴ്സറി ഉണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള, അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് ആ പ്ലാന്റ് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ഷോപ്പ് നമ്മളെ വീടിനടുത്തായിട്ട്, കൊളത്തൂരിൽ നമ്മളെ വീടിനടുത്തായിട്ട് വരുന്ന ഷോപ്പാണ്. അത്യാവശ്യം റേറ്റ് കുറവാണ് ഇവിടെ. അതാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം റേറ്റ് കുറവിലുള്ള നഴ്സറി. അപ്പോൾ നല്ല അത്യാവശ്യം പ്ലാന്റ്സുകളുണ്ട്. ചെറിയ നഴ്സറി ആണെങ്കിലും അത്യാവശ്യം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്, റേറ്റും കുറവ് തന്നെയാണ്. ഈ ഒരു റോസ് എനിക്ക് ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ട് എൻ്റെ ഉമ്മച്ചി ഇവിടെ വന്നപ്പോൾ എനിക്ക് വാങ്ങി തന്നു. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റോസ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് അതിലുള്ളത്. ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം അന്വേഷിച്ച് നടന്നിരുന്ന ബോൾ ടൈപ്പ് കാക്ടസ് പ്ലാന്റ്. എന്തായാലും സംഭവം കിട്ടി. ഇനി ബോക്സ് റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ചേങ്ങോട്ടൂർക്ക് തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതാ വീടെത്താറായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.